ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. എല്ലാവർക്കും നമസ്കാരം. വാൽമീകി രാമായണം സുന്ദരകാന്ഡം 34-ാമത്തെ സർഗം. ഹനുമാൻ ശ്രീരാമലക്ഷ്മണന്മാരുടെ ക്ഷേമവർത്തമാനത്തെപ്പറ്റി സീതയോട് പറയുന്നു. തസ്യാസ്തദ്വചനം ശ്രുത്വാ ഹനുമാൻ ഹരിയൂതവ ദുഃഖാവിഭൂതായ സാന്തമുത്തരമബ്രവീത്. തീവ്രമായ ദുഃഖത്താൽ തപിക്കുന്ന സീതയുടെ വാക്കുകേട്ട് വാനരശ്രേഷ്ഠനായ ഹനുമാൻ ഹൃദയാഹ്ലാദകരമായി മറുപടി പറഞ്ഞു. അഹം രാമസ്യ തന്ദേശ ദേവി ദൂതസ്തവാഗത വൈദേഹി കുശലീ രാമസ്ത്വാം ച കൗശലമബ്രവീത്. ദേവി, രാമാജ്ഞയാൽ ഭൗതിയെ വിവരമറിയിക്കാമെന്ന രാമദൂതനാണ് ഞാൻ. വൈദേഹി, രാമന് ക്ഷേമം തന്നെ. അദ്ദേഹം ഭൗതിയുടെ ക്ഷേമവൃത്താന്തം അന്വേഷിക്കുന്നു. യോ ബാഹ്വമസ്ത്രം വേദാംശ വേദവിദാംബര സത്വാം ദാശരഥി രാമോ ദേവി കൗശലമബ്രവീത്. വേദങ്ങളും ബ്രഹ്മശാസ്ത്രവും അറിയുന്ന വേദജ്ഞരിൽ ശ്രേഷ്ഠനായ ആ ദാശരഥി രാമൻ ഭൗതിയുടെ കുശലങ്ങൾ ചോദിക്കുന്നു. ലക്ഷ്മണശ്ച മഹാതേജ ഭർത്തുസ്തേനുജരപ്രിയ കൃതവാഞ്ചോകസന്തപ്ത ശിരസാ ദേവിവാദനം. ഭൗതിയുടെ ഭർത്താവിന് ഏറ്റവും പ്രിയപ്പെട്ടവനും അനുചരനും മഹാതേജസ്വിയുമായ ലക്ഷ്മണനും ശോകസന്തപ്ത ചിത്തനായി ഭൗതിക്ക് നമസ്കാരം അർപ്പിക്കുന്നു. സാ തയോ കുശലം ദേവി നിശമ്യ നരസിംഹയോ പ്രീതി സംഹൃഷ്ട സർവാംഗീ ഹനുമന്തമതാബ്രവീത്. പുരുഷസിംഹങ്ങളായ രാമലക്ഷ്മണന്മാരുടെ ക്ഷേമവൃത്താന്തം കേട്ട് ഹർഷപുളകിത ഗാത്രയായ ദേവി ഹനുമാനോട് പറഞ്ഞു. കല്യാണീ പദഗാദേയം ലൗകികീ പ്രതിവാദിമേ ഏതി ജീവന്തമാനന്ദോ നരം വർഷശതാദവി. ജീവനോട് കൂടിയിരുന്നാൽ 100 കൊല്ലം കഴിഞ്ഞിട്ടാണെങ്കിലും മനുഷ്യന് ആനന്ദം അനുഭവിക്കാൻ കഴിഞ്ഞേക്കാം എന്ന നാടൻ പഴമൊഴി എൻ്റെ കാര്യത്തിൽ സത്യമാണ് എന്ന് തോന്നുന്നു. ആശ്ചര്യം തന്നെ. തയാസാമഗതേ തസ്മിൻ പ്രീതിരുൾപാദിതാത്ഭുത പരസ്പരേണ ചാലാപം വിശ്വസ്തൂതൗ പ്രജക്രതുഹു. ഹനുമാനെ നേരിൽ കണ്ട നേരം ദേവിക്ക് അത്ഭുതവും പ്രീതിയും അനുഭവപ്പെട്ടു. പരസ്പര വിശ്വാസത്തോടെ അവർ സംഭാഷണം ആരംഭിച്ചു. തസ്യാസ്തദ്വചനം ശ്രുത്വാ ഹനുമാൻ ഹരിപുങ്കവ സീതായ ശോകദീനായ സമീപം ഉപചക്രമേ. ശോകദീനയായ സീതാദേവിയുടെ വാക്കുകേട്ട് വാനരശ്രേഷ്ഠനായ ഹനുമാൻ വിശ്വാസപൂർവം അവരുടെ അടുത്തേക്ക് ചെന്നു. യഥാ യഥാ സമീപം സാ ഹനുമാൻ ഉപസർപ്പതി തഥാ തഥാ രാവണം സാ തം സീതാ പരിശങ്കതേ. ഹനുമാൻ അടുത്തടുത്ത് ചെല്ലും തോറും അവനെ രാവണനാണ് എന്ന ശങ്ക സീതയുടെ ഹൃദയത്തിൽ വളർന്നു വന്നു. അഹോ ദിഗ്ധികൃതമിതം കഥിതം ഹീയദസ്യമേ രൂപാന്തരമുപാഗമ്യ സയേവായം ഹി രാവണ. വേഷപ്രചരനായിട്ട് വന്ന രാവണൻ തന്നെയാണ് ഇവൻ. ആ നിലയ്ക്ക് ഞാൻ ഇവനുമായി സംസാരിച്ചത് തെറ്റായിപ്പോയി. എന്തൊരു മൂഢത്വം എന്ന് സീത ചിന്തിച്ചു. താം അശോകസ്യ ശാഖാംസ വിമുക്ത ശോകകർഷിത തസ്യാമേവാനവദ്യാംഗി ധരണ്യാം സമുപാവിശത്. കാന്താംഗിയും ശോകകർഷിതയുമായ സീത അശോകവൃക്ഷത്തിൻ്റെ കൊമ്പുവിട്ട് അവിടെ ആ നിലത്ത് തന്നെ ഇരുന്നു. ഹനുമാനവിദുഃഖാർത്താം താം ദൃഷ്ട്വാ ഭയമോഹിതാം അബന്ധത മഹാബാഹോ തതസ്താം ജനകാത്മജാം സാ ചൈനം ഭയവിത്രസ്ത ഭൂയോ നൈവാഭ്യുദൈക്ഷത. തന്നെ കണ്ട് തെറ്റിദ്ധരിച്ചവളും ദുഃഖാർത്ഥയുമായ ജനകാത്മജയെ വീരനായ ഹനുമാൻ സാഷ്ടാംഗം നമസ്കരിച്ചു. പേടിച്ചു പറച്ച ദേവിയാകട്ടെ അവനെ പിന്നെ കൺതുറന്നു നോക്കിയതേയില്ല. തം ദൃഷ്ടാവന്തമാനം തു സീതാ ശശിനിപാനന അബ്രവീദീർഘമുച്ചസ്യ വാനരം മധുരസ്വര. വളരെ നേരമായി തന്നെ വന്ദിച്ചുകൊണ്ടിരിക്കുന്ന ആ വാനരനെ നോക്കി സ്വല്പം ധൈര്യം അവലംബിച്ച് സുന്ദരിയായ സീത മധുരസ്വരത്തിൽ അവനോട് ചോദിച്ചു. മായാം പ്രവിഷ്ടോ മായാവി ഹേതിത്വം രാവണസ്വയം ഉൽപാദയസി മേ ഭൂയ സന്താപം തന്ന ശോഭനം. നീ മായാവിയും അക്രമിയുമായ രാവണനാണെങ്കിൽ എനിക്ക് അത്യധികം സന്താപം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അത് നല്ലതല്ല. സ്വം പരിത്യജ്യ രൂപം യാ പരിവ്രാജകരൂപവാൻ ജനസ്ഥാനേ മയാ ദൃഷ്ടസ്ത്വം സ ഏവാസി രാവണ. സ്വന്തരൂപം മറിച്ച് സന്യാസി വേഷം ധരിച്ച് ജനസ്ഥാനത്തിൽ വന്ന ആ രാവണൻ തന്നെയാണ് നീ. ഉപവാസകൃശാന്തീനാം കാമരൂപ നിശാചര സന്താപയസി മാംഭൂയ സന്തപ്താം തന്ന ശോഭനം. കാമരൂപനായ രാക്ഷസ, ഊണും ഉറക്കവുമില്ലാതെ കൃശാംഗിയായി വിവശയായി തപിക്കുന്ന എന്നെ
നീ വീണ്ടും തപിപ്പിക്കുന്നു. അത് ശോഭനമല്ല. അഥവാ നൈതദേവം ഹി യത്മയാ പരിസംഗീതം മനസ്സോ ഹി മമ പ്രീതി ഉത്പന്ന തവ ദർശനാത്. ഇത് ഞാൻ ശങ്കിച്ചതുപോലെ അല്ല എന്ന് തോന്നുന്നു. എന്തെന്നാൽ ഭവാനെ കണ്ടതുകൊണ്ട് എൻ്റെ മനസ്സിന് ആശ്വാസവും പ്രീതിയും തോന്നുന്നു. ഇതി രാമസ്യ ദൂതസ്ത്വം ആഗതോ ഭദ്രമസ്തുതേ പൃച്ഛാമി ത്വാം ഹരിശ്രേഷ്ഠ ബ്രൂഹി രാമഗതാം ഹി മേ ഗുണാൻ രാമസ്യ കഥയാ പ്രിയസ്യ മമ വാനര ചിത്തം ഹരസി മേ സൗമ്യ നദീകൂലം യഥാരയ. വാനരശ്രേഷ്ഠ, ഭവാൻ രാമദൂതനായി വന്നവനാണ് എങ്കിൽ മംഗളം ഭവിക്കട്ടെ. ഞാൻ രാമവൃത്താന്തം പറയാൻ ഭവാനോട് ആവശ്യപ്പെടുന്നു. അത് പറഞ്ഞാലും നദീപ്രവാഹം നദീതീരങ്ങളെ എന്ന പോലെ ഭവാൻ എൻ്റെ ഹൃദയത്തെ ആർദ്രമാക്കി ആകർഷിച്ചിരിക്കുന്നു. പ്രാണനായകനായ രാമൻ്റെ ഗുണങ്ങൾ വർണ്ണിച്ചാലും അഹോ സ്വപ്നസ്യ സുഗതായാഹമേവം ചിരാഹൃത പ്രേഷിതം നാമ പശ്യാമി രാഘവേണാവനൗകസം. സ്വപ്നത്തിൻ്റെ സുഖദായകത്വത്തെപ്പറ്റി എന്തു പറയട്ടെ? ചിരകാലമായി രാവണാപഹൃതയായി കഴിയുന്ന ഞാൻ രാഘവൻ ദൂതനായി അയച്ച ഒരു വാനരനെ കാണുന്നു. ഇതെന്താണ്? സ്വപ്നേബി യദ്യഹം വീരം രാഘവം സഹ ലക്ഷ്മണം പശ്യേയം നാവസീതേയം സ്വപ്നോബി മമ മത്സരി. സ്വപ്നത്തിലെങ്കിലും ഞാൻ ലക്ഷ്മണസമേതനായ ശ്രീരാമനെ കാണുമെങ്കിൽ ധൈര്യമായിരിക്കും. സ്വപ്നവും ഇപ്പോൾ എനിക്ക് പിണങ്ങി അകന്നിരിക്കുകയാണ്. നാഹം സ്വപ്നമിമം മന്യേ സ്വപ്നേ ദൃഷ്ട്വാ ഹി വാനരം ന ശക്യോഭ്യുദയം പ്രാപ്തും പ്രാപ്തുശ്ചാഭ്യുദയോ മമ. ഞാൻ സ്വപ്നമാണെന്ന് കരുതുന്നില്ല. കാരണം സ്വപ്നത്തിൽ വാനരനെ കണ്ടാൽ നന്മ വരുവാൻ വഴിയില്ല. എനിക്കാകട്ടെ ക്ഷേമവാർത്തയാണല്ലോ ലഭിച്ചിരിക്കുന്നത്. കിം नु സ്യാചിത്തമോഹോയം ഭവേത്വാദഗതിസ്ഥിയം ഉന്മാദജോ വികാരോ വാ സ്യാദിയം മൃഗദൃഷ്ണിക. ഇതൊരു വ്യാമോഹമായിരിക്കാം, ഭൂതാവേശമാവാം, ഉന്മാദത്തിൻ്റെ വികാരമാവാം, അല്ലെങ്കിൽ മരുമരീചികയാകാം, അതായത് കാനൽ ജലം എന്തോ. അഥവാ നായമുന്മാദോ മോഹോപ്യുന്മാദലക്ഷ്മണ അഥവാ നായമുന്മാദോ മോഹോപ്യൂനാദലക്ഷണ സമ്പുദ്ധ്യേജാഹമാത്മാനം ഹിമം ചാഭിവനൗകസം. ഇത് ഉന്മാദമോ അതിൻ്റെ ലക്ഷണമായ മോഹമോ അല്ല. കാരണം ഞാൻ എന്നെ അറിയുന്നു, ഈ വാനരനെയും സ്പഷ്ടമായി അറിയുന്നുണ്ട്. ഇത്യേവം ബഹുധാ സീതാ സമ്പ്രദായ ബലാബലം രക്ഷസാം കാമരൂപത്വ ആത്മേന തം രാക്ഷസാധിപം. സീത ഇങ്ങനെ പലവിധത്തിൽ കാര്യത്തിൻ്റെ ബലാബലത്തെക്കുറിച്ച് ചിന്തിച്ച ശേഷം രാക്ഷസന്മാർ കാമരൂപികളാകയാൽ അവൻ രാവണൻ തന്നെ എന്ന് തീർച്ചയാക്കി. ഏതാം ബുദ്ധിം തഥാ കൃത്വ സീതാ സാധനുമധ്യമ ന പ്രതിവ്യാജഹാരാധ വാനരം ജനകാത്മജ. വാനരൻ രാവണൻ തന്നെ എന്ന് മനസ്സുകൊണ്ട് ഉറപ്പിച്ച സുന്ദരിയായ സീത അവനോട് മറുപടി ഒന്നും പറഞ്ഞില്ല. സീതായാ ചിന്തിതം ബുദ്ധ്വാ ഹനുമാൻ മാരുതാത്മജ ശ്രോത്രാനുകൂലേർവചനൈ സദാ താം സമഹർഷയത്. സീതയുടെ ഉള്ളിലിരിപ്പ്, അതായത് ഇംഗിതം പറഞ്ഞ വായുപുത്രനായ ഹനുമാൻ കർണാനന്ദകരങ്ങളായ വാക്കുകളാൽ അവളെ ആനന്ദിപ്പിക്കാൻ തുടങ്ങി. ആദിത്യ ഇവ തേജസ്വി ലോകകാന്താ ശശീയത രാജാ സർവസ്യ ലോകസ്യ ദേവോ വൈശ്രവണോ യഥാ വിക്രമണോ ഭവന്നശ്ച യഥാ വിഷ്ണുർമഹായശാഃ സത്യവാദീ മധുരവാഗ് ദേവോ വാചസ്പതി യഥാ രൂപവാൻ സുഭഗ ശ്രീമാൻ കന്ദർപ്പ ഇവ മൂർത്തിമാൻ സ്ഥാനക്രോധപഹർത്താജ ശ്രേഷ്ഠോ ലോകേ മഹാരഥ ബാഹുച്ഛായാം അവഷ്ടബ്ദോ യസ്യ ലോകോ മഹാത്മന അപർഗിഷ്യാഷമപദാ മൃഗരൂപേണ രാഘവം ശൂന്യേ യേനാപനീദാസി തസ്യ ദ്രശ്യതി യത്ഫലം. ആദിത്യനെ പോലെ കാന്തിമാനും ചന്ദ്രനെ പോലെ ലോകപ്രിയനും കുബേരനെ പോലെ സർവ്വലോകങ്ങൾക്കും രാജാവും കീർത്തിശാലിയായ വിഷ്ണുവിനെ പോലെ വിക്രമിയും ബൃഹസ്പതിയെപ്പോലെ സത്യവാദിയായ മധുരഭാഷിയും ഉടലെടുത്ത കാമനെ പോലെ കോമളനും വേണ്ടിടത്ത് മാത്രം കോപിക്കുന്നവനും ശത്രുമർദ്ദകനും മഹാരഥനും ലോകശ്രേഷ്ഠനും ലോകത്തിന് ആശ്രയഭൂതനുമായ ശ്രീരാമനെ ആശംവദത്തിൽ നിന്ന് മായാമൃഗരൂപത്താൽ ദൂരത്താക്കി ഏകാഗ്നിയായ ഭൗതിയെ അപഹരിച്ചു കൊണ്ടുപോയവനുള്ള തക്ക ശിക്ഷ ഉടനെ ലഭിക്കുന്നത് ദേവിക്ക് കാണുമാറാകും. അജിരാത് രാവണം സംഖ്യേയോപദിശ്യതി വീര്യവാൻ ചോഷ്ടപ്രമുക്തേരുഷുഭേ ജ്വലർഭീരിവ പാവകൈഃ തേനാഹം പ്രേഷിതോ ദൂതസ്തത്സകാശമിഹാഗത ത്വദ്വിയോഗേന ദുഃഖാർത്ത സാത്വം കൗശലമബ്രവീത്.
താമസമെന്നിയ യുദ്ധത്തിൽ രോഷം പൂണ്ട് അഗ്നിസമാനമായ ബാണങ്ങളാൽ രാമൻ രാവണനെ വധിക്കുന്നതാണ്. ആ രാമൻ്റെ ദൂതനായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ഭൗതിയുടെ വിരഹത്താൽ ഉക്കാകുലനായ അദ്ദേഹം ഭൗതിയെ കുശലം അറിയിക്കുന്നു. ലക്ഷ്മണശ്ച മഹാതേജ സുമിത്രാനന്ദവർദ്ധന അഭിവാദ്യ മഹാബാഹു സത്വാം കൗശലമബ്രവീത്. സുമിത്രാനന്ദവർദ്ധനനും മഹാവീരനും ആ തേജസ്വിയുമായ ലക്ഷ്മണൻ നമസ്കാരപൂർവ്വം ക്ഷേമവാർത്തകൾ പറഞ്ഞയച്ചിരിക്കുന്നു. രാമസ്യ സഖാ ദേവി സുഗ്രീവോ നാമ വാനര രാജാവാനരമുഖ്യാനാം സത്വാം കൗശലമബ്രവീത്. ഹേ ദേവി, രാമൻ്റെ സുഹൃത്തും വാനരരാജാവുമായ സുഗ്രീവൻ എന്ന വാനരനും ഭൗതിയെ കുശലം അറിയിക്കുന്നു. നിത്യം സ്മരതി രാമസ്ത്വാം സുഗ്രീവ സ ലക്ഷ്മണ ദൃഷ്ട്യാജീവസി വൈദേഹി രാക്ഷസീ വശമാഗത. ലക്ഷ്മണ സുഗ്രീവന്മാരോടുകൂടി ശ്രീരാമൻ സദാ ഭൗതിയെ തന്നെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു. വൈദേഹി രാക്ഷസികളുടെ തടവിലകപ്പെട്ട ഭൗതി ദൈവാനുഗ്രഹത്താൽ ജീവിച്ചിരിക്കുന്നു. അജിരാ ദൃശ്യസേ രാമം ലക്ഷ്മണം ച മഹാബലം മധ്യേ വാനരകോടീനാം സുഗ്രീവം ജാമിതൗജസം. ബലവാന്മാരായ രാമലക്ഷ്മണന്മാരെയും ഓജസ്വിയായ സുഗ്രീവനെയും കോടിക്കണക്കായ വാനരന്മാരുടെ മധ്യത്തിൽ ഭൗതി താമസിയാതെ കാണും. അഹം സുഗ്രീവ സജീവോ ഹനുമാൻ നാമ വാനര പ്രവിഷ്ടോ നഗരീം ലങ്കാം ലങ്കയിത്വാ മഹോദതിം. സമുദ്രം ചാടിക്കടന്ന് ലങ്കാനഗരത്തിലെത്തിച്ചേർന്ന ഹനുമാൻ എന്നു പേരുള്ള വാനരനായ ഞാൻ സുഗ്രീവന്റെ അമാത്യനാകുന്നു. കൃത്വാ മൂർധനിവധന്യാസം രാവണസ്യ ദുരാത്മന ത്വാം ദൃഷ്ടോപയാദോഹം സമാശ്രിത്യ പരാക്രമം. ദുഷ്ടബുദ്ധിയായ രാവണന്റെ തലയിൽ കാൽവെച്ച് പരാക്രമം പ്രകടിപ്പിച്ച് ഭൗതിയെ സന്ദർശിക്കാൻ വന്നവനാണ് ഞാൻ. നാഹമസ്മി തഥാ ദേവി യഥാ മാം അവഗച്ഛസി വിശങ്കാത്യജതാമേഷ ശ്രദ്ധൽസ്വ വദതോ മമ. ഹേ ദേവി, ഭൗതി മനസ്സിൽ ധരിച്ചു വച്ചിരിക്കുന്നത് പോലെ ഉള്ളവനല്ല ഞാൻ. എന്നെക്കുറിച്ചുള്ള സംശയം ഉപേക്ഷിച്ചാലും രാമസന്ദേശം അറിയിക്കുന്ന എന്നെ വിശ്വസിച്ചാലും. അശോകവൃക്ഷത്തിൽ മറിഞ്ഞിരുന്ന് ഹനുമാൻ രാമകഥാഖ്യാനം ചെയ്തത് കേട്ടപ്പോൾ സീതയുടെ മനസ്സിലുയർന്ന ചിന്തകൾ കിളിപ്പാട്ടിൽ വർണ്ണിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. കിമിതി രഘുകുലപരചരിത്രം ക്രമേണ മേ കീർത്തിച്ചിതാകാശമാർഗേ മനോഹരം പവനനൊരു കൃപയോടു പറഞ്ഞു കേൾപ്പിക്കയോ പാപിയാമെന്നുടെ മാനസഭ്രാന്തിയോ. സുചിരതരമൊരു പൊഴുതുറങ്ങാതെ ഞാനിഹ സ്വപ്നമോ കാൺമാൻ അവകാശമില്ലല്ലോ. സരസതരപതി ചരിതമാശു കർണാമൃതം സത്യമായി വന്നിതാവൂ മമ ദൈവമേ. ഒരു പുരുഷനിതു മമ പറഞ്ഞുവെന്നാകിലത്തുത്തമൻ മുമ്പിൽ മേ കാണായി വരേണമേ. സീതയുടെ ഈ ആത്മാലാപം കേട്ട് ഹനുമാൻ ഊർക്കുരുകിൽ പക്ഷിയോളം ശരീരം ചെറുതാക്കി സന്തോഷത്തോടും വിനയത്തോടും കൂടി അവരുടെ മുന്നിലെത്തി നമസ്കരിച്ചു. ഇത് രാവണമായാണോ എന്ന് സീത സംശയിക്കുകയാണ്. ഇവിടെ നിശിചരവതി വലിയ മുഖവേഷമായി എന്നെ മോഹിപ്പിപ്പതിന്നോ വരികയോ. ശിവ ശിവ കിമിതി കരതിമിതില നൃപപുത്രിയും ചേതസേ ഭീതി കലർന്നു മരുവിനാൾ. കുസൃതി ദശമുഖനുപരുതെന്നു നിരൂപിച്ചു കുമ്പിട്ടിരുന്നതു കണ്ടു കവീന്ദ്രനും. തൻ്റെ സത്യസന്ധത ഹൃദയം തുറന്ന് പ്രഖ്യാപിക്കുകയാണ് അടുത്ത വരികളിൽ. ശരണമിഹ ചരണ സരസിജമകില നായികേ ശങ്കിക്ക വേണ്ട കുറഞ്ഞൊന്നും എന്നെ നീ. തപസജീവനഹമിഹ തഥാവിധനല്ലവോ ദാസോസ്മി കോസലേന്ദ്രസ്യ രാമസ്യ ഞാൻ. സുമുഖി കവികുലതിലകനായ സൂര്യാത്മജൻ സുഗ്രീവഭൃത്യൻ ജഗൽ പ്രാണനന്ദനൻ. കപടമൊരുവരോടും ഒരു പൊഴുതും അറിയുന്നീല കർമ്മണാവാച മനസാഭിമാതാവേ. ഇത് കേട്ട മാത്രയിൽ സീതയുടെ മനസ്സിൽ നിന്ന് സംശയങ്ങളെല്ലാം നീങ്ങിപ്പോകുന്നു. ശ്രീരാമൻ വാനരന്മാരുമായിട്ട് ബന്ധം സ്ഥാപിക്കാനുണ്ടായ സാഹചര്യം ചോദിച്ചുകൊണ്ട് ദേവി സംഭാഷണം ആരംഭിക്കുന്നു. ഇതോടുകൂടി വാൽമീകി രാമായണത്തിലെ 34ാമത്തെ സർഗം ഇവിടെ അവസാനിച്ചു. ഇനി അടുത്ത സർഗത്തിൽ ശ്രീരാമലക്ഷ്മണന്മാരുടെ അവയവ ലക്ഷണങ്ങളെ പറ്റി വിവരിക്കുകയാണ് ഹനുമാൻ. സീതയ്ക്ക് സംശയം തീർത്തു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഭാഗങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ.